അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് വർക്ക് ഇന്ന് നടക്കാനായിട്ട് പോകണം. ലാസ്റ്റ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു ഫുള്ള് ചെക്കപ്പ് ഇന്ന് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മാറണം, പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് റെഡിയാക്കണം. പിന്നെ വണ്ടിയുടെ ഈ ഒരു കോലം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായില്ല, ആ ഒരു റൈഡിൻ്റെ ബാക്കി പത്രമാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ റൈഡ് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്, മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഞാൻ ഇത്രയും ദിവസം വണ്ടി കഴുകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഗണ്ണിനടിച്ച് എന്തായാലും കഴിവെന്ന് വിചാരിച്ചു. അപ്പം പോണത് ഇപ്പം നമ്മുടെ കല്ലിങ്ങലിലോട്ടാണ് പോകുന്നത്. പുള്ളിയെ ഒന്ന് വണ്ടി കൊണ്ടു കാണിക്കാൻ ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു കിലുക്കുണ്ട് കേട്ടോ, എന്തോ അതിനകത്തൊരു ചെറിയൊരു കിലുക്കുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് വാൾവിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. വാൾവ് ചിലപ്പോൾ ലൂസ് ആയതിൻ്റെ ആയിരിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ എന്തായാലും പോണ വഴിക്ക് പറയാം. പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അത് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കേട്ടോ. അപ്പോൾ റൈഡ് സെഗ്മെന്റ് ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ വരുന്നത്. പിന്നെ ചെറിയ ചെറിയ വണ്ടി പണികൾ ഇങ്ങനെയുള്ള അതായത് ഞാൻ കൊണ്ടുനടക്കണം ഇതിൻ്റെ കേട്ടോ. ബൈക്ക് റിലേറ്റഡ് സംഭവം എന്തായാലും വരുള്ളൂ. ഇത് ഈ ഒരു സെഗ്മെന്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്ന് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. വീഡിയോ കണ്ടു തീർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കണം കേട്ടോ. ഇതിന്റെ ഇടയിൽ എന്റെ പൊന്ന് എന്തോടെ റോക്കറ്റാ. ഫസ്റ്റ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹേഷിൻ്റെ അടുത്തോണ്ടാണ് പോണേ. പുള്ളിയുടെ ഒരു ഓയിൽ വാങ്ങിക്കണം, പിന്നെ പുള്ളി എനിക്കൊന്ന് കാണണം, അതിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പം കൂട്ടത്തിൽ ഓയിലൂടെ എടുത്തുകൊണ്ട് നേരെ എന്തായാലും നമ്മുടെ കല്ലിങ്ങിലോട്ട് പോകാമെന്ന് വിചാരിച്ചേട്ടാ. ചങ്ക് തെണ്ടി അളി എങ്ങോട്ട് പോ എടാ, വണ്ടിക്കൊരു ഓയിൽ വാങ്ങിക്കണോടാ. അപ്പം ലാസ്റ്റ് ചെക്കപ്പ് എല്ലാം കൂടെ പോണതിന് മുന്നേ ഉള്ള ഒരു പ്രോട്ടീൻ ചെക്കപ്പ്. ഓ നിനക്ക് ഓടാ എന്ന് പോകണില്ലേ? ഇത് സ്റ്റുഡിയോ ഇറങ്ങില്ലേ? ഓ കേട്ടോ. എടാ മറ്റേ ഹാൻഡിൽ ബാർ അവിടെ കിടക്കയില്ലേ? ഞാൻ വരാം അങ്ങോട്ട്. ഞാൻ എന്തായാലും എനിക്ക് ഒറ്റശേഖരം അങ്ങനെ പോകണം, പോയിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് എൻ്റെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ. എൻ്റെ വെറും കൂട്ടുകാരനല്ല, കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരനാണ്. അതായത് നമ്മുടെ നഴ്സറിയിൽ ഫസ്റ്റ് ചെല്ലുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം മുതലേ ഉള്ള കൂട്ടാണ് അവൻ. ആൻഡോ ഓക്കെ. അപ്പോൾ എന്തായാലും നേരെ മഹേഷിൻ്റെ അടുത്ത് പോയിട്ട് ബാക്കി പരിപാടി ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണോ ഇന്ന് നടക്കണോ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടൊരു വീഡിയോ കേട്ടോ. വണ്ടി എന്തായാലും ഇന്ന് ഫൈനലായിട്ടുള്ള വർക്ക് കാര്യങ്ങൾ എന്തായാലും ചെയ്ത് റെഡിയാക്കി വീട്ടിൽ കൊണ്ടുവരണം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്തായാലും വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ബാക്ക് ഷോക്കസ്റ്റർ ഒന്ന് നോക്കണം. പിന്നെ ഫ്രണ്ട് ഫോർക്ക് ഓയിൽ ലീക്ക് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ പറയാം. നമുക്ക് ഇനി അങ്ങോട്ട് സെറ്റാക്കാം. ഓക്കെ. അപ്പം ഞാൻ മഹേഷിയുടെ നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ആളെ എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുള്ളി ഇവിടെ സ്പെയർ നടത്തുന്നുണ്ട് കേട്ടോ, ബജാജിന്റെ പ്രോഡക്ട്സ്. ബജാജിന്റെ മാത്രമല്ല, അത്യാവശ്യം KTM-ന്റെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുള്ളി എടുത്തു തരും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ എന്തായാലും വണ്ടി സാധനം എടുത്തിട്ട് ഞാൻ പറയാം കേട്ടോ. വണ്ടി ഒന്ന് ഒതുക്കി വെക്കാനാണെങ്കിൽ നോക്കണം, പക്ഷെ എന്ത് ചെയ്യാം, ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഇതല്ല കേട്ടാ വളമല്ല, മുകളിൽ ഇതുകൊണ്ടോട്ടും ബജാജിന്റെ ജെനുവിൻ പാർട്ട്. ഓക്കെ, പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. വേറെ പരിപാടി കൂടെ ഉണ്ട്, അത് ഞാൻ കക്ഷി എടുത്തൊന്ന് ചോദിച്ചിട്ട് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. അത് വണ്ടിയുടെ കോലം കൊണ്ട് എന്റെ വണ്ടി ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതെല്ലാം കംപ്ലീറ്റ് മറ്റു വണ്ടികളിൽ നിന്ന് അടിക്കുന്ന ചെളിയാണ് കേട്ടോ. ഇനി ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. കഴിച്ചപ്പോ ആശാനെത്തി കേട്ടോ. നമുക്കുള്ള ഓയിലായി. ഇതിപ്പോ നമുക്ക് എറണാകുളം വരെ പോകാനുള്ള ഓയിലാണ് ഈ ഒരു സംഭവം. പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്താണെന്നുള്ള ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം കേട്ടോ. KTM-ന്റെ പാർട്സ് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് കേട്ടോ. KTM മാത്രമല്ല വേറെ ഏതെങ്കിലും ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. KTM മാത്രമല്ല എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ബ്രാൻഡിന്റെയും പാർട്സ് ചെയ്യണുണ്ട്. ഞാൻ പുള്ളിക്കാരന്റെ ഇൻസ്റ്റ ID അതുപോലെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. മറ്റേ കക്ഷി ഇവിടുന്ന് മാർത്താണ്ടതെന്ന് വിളിച്ചതാ. അല്ല, നേരത്തെ ഒരു തമിഴ് ടീമിന്റെ പറഞ്ഞ കോയമ്പത്തൂര് കുറച്ച് പാർട്സ്. പിന്നെ ഏതോ ഒരു 220 എന്തോ ഇരിക്കണം എന്ന് പറഞ്ഞില്ലേ? എന്തോ ഇരിക്കണം. ഓക്കെ, നിലവിൽ 220 ഒരു കുറച്ച് പാർട്സ് പുള്ളിയുടെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്യുക ചേട്ടാ. പിന്നെ ഞാൻ ഇറങ്ങട്ടോ. താങ്ക് യു സോ മച്ച് എന്ന് പറയാനില്ല, ഞാൻ വരും. അപ്പോൾ സംഭവം ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഓയിൽ കൊണ്ടുപോയി മാറണം. പിന്നെ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് ഇവിടുന്ന് എറണാകുളം വരെ പോകാനുള്ള ഓയിലാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ എറണാകുളം വരെ പോകാനുള്ള ഓയിൽ മാത്രമാണിത്. ഞാൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വേറൊരു ഓയിൽ ഒന്ന് ട്രൈ ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താണെന്നുള്ളത് വരുന്ന വീഡിയോസിൽ എന്തായാലും കാണാം. പിന്നെ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇപ്പം എന്തായാലും തൽക്കാലത്തേക്ക് നമുക്കിത് മതി. എറണാകുളം വരെ എന്തായാലും ഓടാനുള്ള ഓയിൽ എന്തായാലും ഇത് മതിയല്ല. പിന്നെ ഞാൻ പുള്ളിയുടെ കാര്യം ഈ വീഡിയോയിൽ പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വിശ്വസിച്ച് സാധനങ്ങൾ എടുക്കാൻ കേട്ടോ. എനിക്ക് ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ പ്രൊമോട്ട് ചെയ്യുമ്പോഴോ, പ്രൊമോട്ടെന്ന് പറയില്ല, നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ എനിക്കൊരു വിശ്വാസം തോന്നണം. അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരനെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി. ഒരുപാട് സാധനങ്ങൾ എടുക്കണുണ്ട് കേട്ടോ പുള്ളിയുടെ
ഒരുപാട് ഒരു സാധനങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ കിടന്ന് സ്പെയർ പാർട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കിടന്ന് ഓടണ്ട. ജസ്റ്റ് ഒരു കോൾ വിളിച്ചാൽ മതി, പുള്ളിക്കാരൻ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരും, എവിടെയും കൊറിയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ഡീൽ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കേട്ടോ, ഞാൻ അത് ഡീൽ ചെയ്തതാണ്. കാര്യം അത്രത്തോളം ജെന്യൂനിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഉറപ്പ് പറഞ്ഞത്. A to Z എന്തായാലും വണ്ടി ഒരു ചെക്കപ്പ് ചെയ്ത് എന്തായാലും ഇപ്പോൾ ഇന്ന് ഇറക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ് ആയേക്കാം, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കാം കേട്ടോ. നമ്മളൊന്ന് ഹോൺ അടിച്ചാൽ പോലും ഇവന്മാർ തിരിഞ്ഞു നോക്കൂലെന്നേ. ഗ്ലാസ്സൊക്കെ അടച്ച് AC ഒക്കെ ഇട്ട് സുഖമായിട്ട് അങ്ങനെ പോവുകയാണ്. നമ്മൾ ഈ വെയിൽ കൊള്ളുന്നവന്മാർ അറിയുന്നില്ലല്ലോ. നമ്മൾ കല്ലിങ്കലെത്തി കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ചു കൊണ്ടെന്ന് വിചാരിച്ചാണ് നമ്മളെന്ന് പറയണം. എന്തോന്നടേ എന്നടാ ഒരു ചിരി. ഇപ്പോൾ എന്തായാലും സുഖമാണോ? സുഖമാണോ? ഓ കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എവിടെയോ പോയി ചെറിയൊരു കിലുക്കം കേൾക്കണുണ്ട്. ഓയിൽ ഒരെണ്ണം ഇതിനകത്ത് കിടപ്പുണ്ടേ. എനിക്ക് എറണാകുളത്ത് നിന്ന് ഓയിൽ അങ്ങോട്ട് പോകാൻ കണക്കിന്. അപ്പോൾ അതുവരെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വഴിയുണ്ടോ? എറണാകുളം വരെ പോയാൽ മതി. ഫോർക്ക് ഓയിൽ മാറണം. ഓ അതുകൊണ്ടാണോ? കർത്താവേ, ഇപ്പം മാർക്കൊന്നും നടക്കൂല. ഇപ്പം മാർക്ക് നടക്കൂല. ഒന്നും ചെയ്യണ്ട, ഉപയോഗില്ല. സീല് മാറിയിട്ട് ഉപയോഗില്ല, നല്ല ഡാമേജ് ആയി. ഞാൻ ഇത്ര നാളെ കണ്ടില്ലല്ലോ. ഇതുകൊണ്ടാണോ പറഞ്ഞത്? ഈ ഒരു കണ്ടീഷനിൽ പോകാൻ പറ്റില്ലല്ലോ. സൈഡും കൂടെ ആയതുകൊണ്ടേ. ആ അത് തന്നെ. പൈപ്പ് മാറിയാലും തൽക്കാലം ഇപ്പൊ മറ്റേ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഓയിൽ മാറി ഒന്ന് ചെക്കപ്പ് ചെയ്താ 10 15 അരമണിക്കൂറോ എങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ പണി കഴിഞ്ഞിട്ട് സമയം എടുത്ത് ചെയ്താൽ മതി. ഓ ഇങ്ങോട്ട് വയ്ക്കാണ്. എടാ ഈ പണി തീരുമ്പം വീണ്ടും ഓരോ പണികൾ കൊണ്ടുവരാൻ എന്തോന്നടാ ഇത്? ഒരു മര്യാദ കാണിക്കണം കേട്ടോ. ഞാൻ ഒന്ന് തപ്പട്ടെ, എനിക്ക് എവിടെന്നെങ്കിലും ഫോർക്ക് കിട്ടുമെന്ന്. ഇതിപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അല്ല, ഇത് വേറെ ആരുടെയോ വണ്ടി. നമ്മളെ വണ്ടി അകത്തിരിക്കുകയാണ്. പോട്ടോ ചെറുതേട്ടാ. ഏത്? ഓ ഇല്ലല്ല, അത് ഇങ്ങനെ അങ്ങ് ഇറങ്ങിയത്. ഓ അല്ല, അത് ഇളക്കുന്ന നാളെ അതൊക്കെ സെറ്റ് ചെയ്ത് ചുമ്മാ ഇല്ലല്ല, അത് നാളെ സെറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. ഒരുപാടുണ്ട്. ഇല്ല, അത് കംപ്ലീറ്റ് ഞാൻ നാളെ സെറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. ഓ ഓ പോട്ടെ എന്നാ. ഓക്കെ, അപ്പം നമ്മളെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് ചെക്കപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാജേഷേട്ടനെ ഒന്ന് കാണണം. പുള്ളി ഒന്ന് വിളിച്ചു നോക്കാം. വിളിച്ചിട്ട് പുള്ളി ഒന്ന് അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും പോയി ഒന്ന് കണ്ടിട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യണം. ഒരു ചെറിയൊരു കിലുക്കം ഉണ്ടായിരുന്നു. ഇത്രയും കിലോമീറ്റർ കറങ്ങി വന്നിട്ട് ഒരു ചെറിയൊരു കിലുക്കം ഉണ്ടായിരുന്നു. അത് വാൽവ് അഡ്ജസ്റ്റ് ചെയ്തപ്പം ആ ഒരു പ്രശ്നം തീർന്നു കേട്ടോ. വണ്ടി ഇപ്പോൾ ഫുള്ള് സെറ്റായി. ഇനി ചെയിൻ സ്പ്രോക്കറ്റും മാറണം. അതുപോലെ ടയർ അതെന്തായാലും ഇനി എറണാകുളത്താണ് ബാക്കി പരിപാടി കാര്യങ്ങളെല്ലാം. ഞാനിപ്പം എന്നാണ് വരുന്നത് ബാക്കി എല്ലാം ഞാനിപ്പം സ്റ്റോറി ഇടാം. മാക്സിമം ഇൻസ്റ്റ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇൻസ്റ്റയിലാണ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ റൈഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതായിരുന്നാലും ശരി തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ A to Z കാര്യങ്ങളെല്ലാം അതിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും അതുകൂടെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് എന്തായാലും വഴിയെ കാണാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ വണ്ടിയുടെ വർക്ക് ചെയ്തതിലെല്ലാം കൂടെ
എനിക്ക് ചെറിയൊരു എമൗണ്ടേ ആയിട്ടുള്ളൂ. അത് ഈ ഒരു ഫുള്ള് സെറ്റോടെ മാറി കേട്ടോ ഇത് ഈ ഒരു സംഗതി. ബാക്കി അവരെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. ഒരുപാട് ഹാപ്പി ആയിട്ടാണ് പോണത്. ഞാനിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതായത് എങ്ങനെ പറയാൻ, ഒരു ചെറിയൊരു സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്കിപ്പായിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ടോപ്പ് ബോക്സ് തരാം എന്ന് പറഞ്ഞ് ഏറ്റ ഒരു ടീം അവർക്കിപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരു ചെറിയൊരു കാരണം പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ വിഷമം തോന്നി ആ ഒരു സമയത്ത്. എന്നാൽ അവരെന്തിനങ്ങനെ ചിന്തിച്ചു എന്നായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ചെറിയ വിഷമം കാര്യങ്ങളൊക്കെ തോന്നി. പക്ഷേ ഇപ്പോൾ നിലവിൽ തോന്നില്ല കേട്ടോ, അതങ്ങനെ തോന്നില്ല. ഞാനിപ്പം വലിയ ലഗേജ് കാര്യങ്ങളായിട്ടൊന്നുമില്ല, ചെറിയ ലഗേജേ ഉള്ളൂ. അപ്പോൾ അത് എന്തായാലും നമ്മുടെ ബാഗിൽ സെറ്റ് ചെയ്ത് പോകാമെന്നാണ്. എത്രത്തോളം അത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. ആരുടെയെങ്കിലും ലൈനറോ, അതായത് ഈ ബാഗ് കവർ ചെയ്ത് വെക്കുന്ന ലൈനറല്ലേ, അതെന്തെങ്കിലും ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു കേട്ടോ. അതായത് ബാഗ് ഫുള്ള് നമ്മുടെ ട്രാവൽ ബാഗില്ലേ, അത് കവർ ചെയ്ത് വെക്കുന്ന ആ ലൈനറാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അത് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന വഴിക്ക് പറയാം. പിന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കാം. ബാക്കിയെല്ലാം നമുക്ക് വഴിയെ കാണാം. വീഡിയോസ് കണ്ടിന്യൂസ് വരും. മാക്സിമം ഒന്ന് സപ്പോർട്ടാക്കാം കേട്ടോ. ഒരു ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്തതിന് ശേഷം ഞാൻ റെക്കോർഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വിഷ്വൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണ്ടേ. ഇതിൻ്റെ ഇടയിൽ ഇന്ന് മിസ്സായിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ആ ഒരു ഫോർക്കിൻ്റെ കേസ്, ഫോർക്ക് ഓയിൽ, അതുപോലെ ഓയിൽ സീല് മാറണം കേട്ടോ. ആ ഒരു കാര്യം മാത്രം ഇന്ന് നടന്നില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർക്ക് മാറണം. ഈ ഒരു ഫോർക്കില്ലേ, ഈ ഒരു ഫോർക്ക് മാറണം. അപ്പോൾ ഈ ഫോർക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും നല്ലൊരു എമൗണ്ട് ആവും. അതുകൊണ്ട് അമീർ ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഒപ്പിച്ചേട്ടാ. അപ്പോൾ പനി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ ഇനി അങ്ങോട്ട് പോകണം, അതൊന്ന് റെഡിയാക്കണം. അതിൻ്റെ ഇടയിൽ ഈ ഒരു വയറിംഗ് സെറ്റ് കുറച്ച് സാധനം കിടക്കണം. അപ്പോൾ അതെല്ലാം കൂടെ നാളെ ഒറ്റ ദിവസം കൊണ്ട് അതെല്ലാം കൂടെ റെഡിയാക്കണം. ഇതിൻ്റെ ഇടയിൽ എനിക്ക് തീരെയും സമയമില്ല. ഞാൻ ഇന്നാണ് പോകണത് നിൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഡേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. നിലവിൽ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. എല്ലാം സെറ്റായി എങ്ങനെ വെച്ചാൽ ഏകദേശം ഒരു 80% സെറ്റായി വരുന്ന സമയത്ത് ഇറങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഈ പോകുന്ന യാത്ര എങ്ങനെ ആവും എന്താവും എന്ന് എനിക്ക് ഒരു പിടിയില്ല. എവിടേക്കാണ് പോകണമെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചു. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പോണ വഴിക്ക് പറയാൻ. ഇപ്പം വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആ ഫോർക്കിൻ്റെ ആ ഒരു സംഭവം നിങ്ങളെന്തെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താ ഇത് കണ്ടോ, കാണാൻ പറ്റണോ എന്തോ, ഈ ഒരു മാർക്ക് കണ്ടോ, ഈ ബ്ലാക്ക് എൻ്റെ ഈ വിരലിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഇത് കാരണം ഇത് അതായത് ഇങ്ങനെ ഡാമേജ് വന്നതുകൊണ്ട് ഈ ഫോർക്കിന് യൂസ് ഇല്ല കേട്ടോ. അപ്പോൾ അതിന് പകരം നമ്മൾ വേറെ ഒരെണ്ണം സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ, എൻജിൻ സൈഡെല്ലാം സെറ്റായി. ഇനി കറക്റ്റ് സമയത്ത് ഓയിൽ മാറുക, മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് പോവുക. നമ്മുടെ വണ്ടി നമ്മൾ സൂക്ഷിച്ച് കൊണ്ടു കിടക്കുക. ബാക്കിയെല്ലാം നമ്മുടെ വിധി പോലെ ഇരിക്കും. ബാക്കി വരുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ഇനി എന്തായാലും നമ്മുടെ ആ ഒരു എന്താണോ നമുക്ക് നമ്മുടെ മുന്നിൽ ഇനി വരാൻ പോണത്, ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കും കേട്ടോ. അല്ലാതെ നമ്മളിനി മുൻവിധി കാര്യങ്ങളൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. എന്താണോ നടക്കണത് അതിനനുസരിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോകാമെന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. വണ്ടി മാക്സിമം നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ ഇതൊരു മെഷീനാണ്, അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഒരു മെഷീനാണെങ്കിലും നമുക്ക് അതിൽ ഉപരിയാണ് അല്ലേ. ഒറ്റയ്ക്ക് ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഒരു ബൈക്ക് എത്രത്തോളം അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ പോലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആർക്കും മനസ്സിലാവും. നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യിപ്പിക്കും ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു വാഹനം. അത് എന്തോ എനിക്കത് അനുഭവപ്പെട്ട കേസാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ ദിവസം എനിക്ക് വേറെ പ്രത്യേകിച്ച് വലിയ ചിലവ് ദൈവം സഹായിച്ചുണ്ടായിട്ടില്ല. ഈ ഒരു യോക്ക് അസംബ്ലി അങ്ങനെ എന്താ സംഭവമാണ് ഇതിൻ്റെ പേര്. ഇത് ഫുള്ള് സെറ്റോടെ മാറി കേട്ടോ. അത് ഇവിടെ നിന്ന് മൊത്തത്തിലോടെ മാറി. എനിക്ക് 400 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഹാപ്പി. കാര്യം എന്ന് വെച്ചാൽ അവർ എൻജിൻ സൈഡ് കംപ്ലീറ്റ് പക്കാക്കി തന്ന് നീ ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പം അതല്ലേ നമുക്ക് മറ്റൊന്നിനേക്കാളും വലുതാണ്. നമ്മൾ സന്തോഷത്തോടെ ഒരു 2 വാക്ക് പറയുന്നതാണ് ഏറ്റവും വലിയ. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തോ അത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ബൈ പറയണത്. അപ്പോൾ ഓക്കെ ബൈ. ഇനി വേണം ഒന്ന് പറത്താൻ കേട്ടോ, കുറേ നാളായി. അയ്യോ, പറത്തണ കാര്യം പറയുമ്പോൾ കാലം വണ്ടി കയറി വരും. ഇനി കുറേശ്ശെ പറത്തി തുടങ്ങാം. ഇപ്പം എന്തായാലും പറത്തില്ല. എന്തായാലും നല്ല ഹൈവേ ഒക്കെ കിട്ടട്ടെ, അപ്പോൾ നമുക്ക് പറത്താം. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ.